ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതിൻ്റെ ഫ്യൂച്ചേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫർ ദ ഫോളോയിങ് അഡ്വാൻറ്റേജ്. എന്തൊക്കെ മെറിറ്റ്സാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ മാൻ one vote is followed. A member has only one voting right irrespective of his capital contribution. The system of voting pattern of members given the cooperative society a democratic character. എന്താണ് പറയുന്നത്? ഈക്വലി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്. അവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിന് എല്ലാവർക്കും ഒറ്റ വോട്ട്, ഒരു ആൾക്ക് ഒരു വോട്ട് എന്ന സ്ഥിതിയിൽ ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്, ജനാധിപത്യപരമായ സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന സ്റ്റാറ്റസിൽ മാത്രമാണ് അവിടെ. അപ്പോൾ അതെന്താണ്? ഇക്വാലിറ്റിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഏത് മെമ്പറുണ്ടോ സൊസൈറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മെമ്പേഴ്സിനും ഒരേപോലെയുള്ള അവകാശമാണ് ഉള്ളതെന്ന് പറയുന്നത്. രണ്ടാമത്തെ, അതുകൊണ്ട് തന്നെ എന്താണ് വോട്ടിംഗ് റൈറ്റ് അവർ ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്ര തന്നെയാണ് എങ്കിലും വോട്ടിംഗ് റൈറ്റ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദി സിസ്റ്റം ഓഫ് വോട്ടിംഗ് പാറ്റേൺ മെമ്പേഴ്സ് ഗിവ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എ ഡെമോക്രസി. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായിട്ടുള്ള സമീപനമാണ് അവിടുത്തെ വോട്ടിംഗ് സിസ്റ്റത്തിനുള്ളതെന്ന് പറയാം. അപ്പോൾ ഇക്വാലിറ്റിയാണ് ഫസ്റ്റ് മെറിറ്റായിട്ട് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. The liability of members of cooperative society is limited to the extent of capital contributed by them. The personal assets of members are not used to pay off the debts of the society. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലയബിലിറ്റി, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കേസിൽ ലിമിറ്റഡ് ആയിരിക്കും. ക്യാപിറ്റൽ അവരെത്രമാത്രം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ആ ക്യാപിറ്റലിൻ്റെ ബേസിൽ മാത്രമായിരിക്കും അവരുടെ ഡെറ്റ്സ്, അതായത് ബാധ്യതകൾ നിൽക്കുന്നത്. എന്ന് പറയുന്നത് ബാധ്യതകൾ അവർക്ക് പേ ചെയ്യേണ്ട അവരെത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ക്യാപിറ്റൽ എത്രമാത്രം ഉണ്ട്, അതായത് അതിനകത്തേക്ക് അവരെത്രമാത്രം മൂലധനം ഇറക്കിയിട്ടുണ്ടോ, പണമായിട്ട് ഇറക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അസറ്റായിട്ട് ഇറക്കിയിട്ടുണ്ടോ, അതിൻ്റെ ബേസിൽ മാത്രമാണ് അവർക്ക് ലയബിലിറ്റി വരുന്നത്. ദ പേഴ്സണൽ അസറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു പേ ഓഫ് ദ ഡെബ്റ്റ്സ് ഓഫ് ദി സൊസൈറ്റി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൊസൈറ്റിയിൽ എന്തെങ്കിലും കടങ്ങളോ ബാധ്യതകളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് ഒന്നും പേഴ്സണൽ അസറ്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത മെറിറ്റ്സായിട്ട് പറയുന്നത് കണ്ടിന്യൂറ്റിയാണ്. ആഫ്റ്റർ രജിസ്ട്രേഷൻ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഗെറ്റ്സ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ്. The death, insanity, insolvency or embarrassment of members will not affect the existence of the society. എന്താണ് പറയുന്നത്? കണ്ടിന്യൂറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് കിട്ടുന്നു. അതായത് മെമ്പേഴ്സ് വേറെ ഫേം വേറെ എന്നൊരു ഇതുണ്ട്. അതായത് സൊസൈറ്റി വേറെ, അതിലുള്ള മെമ്പേഴ്സ് അവരൊരു സെപ്പറേറ്റ് ചെയ്ത്, അതായത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അസ്തിത്വം കിട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ. ആസ് എ റിസൾട്ട് ഓഫ് ഇസ് സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ദ ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി, ഇംബേഴ്സ്മെൻറ്റ് ഓഫ് മെമ്പേഴ്സ് വിൽ നോട്ട് അതുകൊണ്ട് തന്നെ അതായത് സൊസൈറ്റി വേറെ അതിൻ്റെ അകത്ത് ഉള്ള മെമ്പേഴ്സ് വേറെ എന്നൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മെമ്പർക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ പാപ്പറായിട്ട് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉണ്ടാകുക അല്ലെങ്കിൽ ജയിലിലടയ്ക്കപ്പെടുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ തന്നെയും അതൊരിക്കലും ആ സൊസൈറ്റീനെ അഫക്റ്റ് ചെയ്യില്ല. സൊസൈറ്റി വേറെ മെമ്പർ വേറെ എന്നൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ ഒരു മെമ്പേഴ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ സൊസൈറ്റിയുടെ കണ്ടിന്യൂറ്റീനെ അത് അഫക്റ്റ് ചെയ്യില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ദെൻ അടുത്ത നെക്സ്റ്റ് പോയിൻ്റാണ് എക്കണോമി in operations. The operation of cooperative society is very
economical. This is because of the voluntary services provided by its members and also the elimination of middlemen in its operation. എന്താണ് പറയുന്നത്? എക്കണോമി ഇൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് എക്കണോമിക്കലാണ്. കാരണം പണമിടപാടുകളും കാര്യങ്ങളും എന്ത് പറയുന്നത് എന്താണ്? സ്വയമേ സർവീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മെമ്പേഴ്സ് എല്ലാവരും അവർക്കിടെ ഒരു നന്മയ്ക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാൽ എന്താണ്? മിഡിൽ മാൻസ്, അതായത് നടുക്ക് നിൽക്കുന്ന ഇടനിലക്കാരൊന്നുമില്ലാതെ ഡയറക്റ്റ് തന്നെയായിട്ട് ഈ സൊസൈറ്റിയുടെ സേവനങ്ങളും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ഇടനിലക്കാരൻ ഇല്ലാതെ, അതൊരു ബെനിഫിറ്റാണ്. നെക്സ്റ്റ് വൺ, support from government. A cooperative society gets various benefits from the government. These benefits include providing loans at lower rate of interest, subsidies, tax, concession, etc. എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊരു സപ്പോർട്ട് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് സൊസൈറ്റിയുടെ കൂടുതലായിട്ടുള്ള എക്സ്പാൻഷൻ, അതായത് ഡെവലപ്മെൻറ്റിൻ്റെയും കാര്യങ്ങൾക്കുമായിട്ടുള്ള സപ്പോർട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യും. ഏറ്റവും ലോവറായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ, അതായത് ഏറ്റവും കുറഞ്ഞ പലിശയിൽ ലോൺസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സബ്സിഡീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ടാക്സ് കൺസെഷൻ കിട്ടും, അതായത് ടാക്സ് അടയ്ക്കേണ്ടതിൽ എമൗണ്ടിൽ ഇളവ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് സൊസൈറ്റിക്ക് സപ്പോർട്ട് കിട്ടും. അത് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറിറ്റാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ സംബന്ധിച്ച്. ദെൻ സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഈസ് ടു ഫോം. Cooperative society is a voluntary association and may be formed with minimum 10 adult members. The registration procedure is simple, involving a few legal formalities. എന്താണ്? ഈസി ടു ഫോം. എപ്പോഴാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്കതെന്താണ് ആരംഭിക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വോളണ്ടറി അസോസിയേഷൻ, സ്വമേധയാ മെമ്പേഴ്സ് കൂടി തീരുമാനിക്കുന്ന ഒരു മെമ്പേഴ്സ്, അതായത് ഏറ്റവും കുറഞ്ഞ 10 അഡൽട്ട്സ് മെമ്പേഴ്സ്, ഏറ്റവും മുതിർന്നവരായിട്ടുള്ള 10 മെമ്പേഴ്സ് കൂടി തീരുമാനിക്കുന്ന ഒരു കൂടി അവർ ഒരു സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതിൻ്റെ ലീഗൽ പ്രൊസീജിയറും കാര്യങ്ങളും എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറഞ്ഞ സ്റ്റെപ്സ് മാത്രം ആണുള്ളതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈസി ടു ഫോം അത് ഒരു അടുത്ത മെറിറ്റായിട്ട് പറയുന്നു. അടുത്ത മെറിറ്റ് ഓപ്പൺ മെമ്പർഷിപ്പാണ്. ഇൻ cooperative the membership is voluntary. Anybody having a common interest is free to join a cooperative society. Membership is open to all irrespective of their religion, caste and gender. എന്താണ്? ഓപ്പൺ മെമ്പർഷിപ്പ് ആണെന്ന് പറയുന്നു. ഫ്രീ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ്? സ്വമേധയാ ഇഷ്ടമുള്ള സ്വമേധയാ ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള മനസ്സോടുകൂടി ആർക്ക് വേണമെങ്കിലും കോമൺ ഇൻട്രസ്റ്റോടു കൂടി, എല്ലാവർക്കുമുള്ള ആ കോമൺ ഇൻട്രസ്റ്റോടു കൂടി അതിനകത്തേക്ക് ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും, ഏത് മെമ്പർ അഡൽട്ടായിട്ടുള്ള ഏത് മെമ്പറിന് വേണ്ടിയും അതിനകത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ഓൾ. ഇറസ്പെക്റ്റീവ് ഓഫ് മെമ്പർഷിപ്പ് എല്ലാവർക്കും ഓപ്പണായിട്ട് സൊസൈറ്റിയുടെ കേസിൽ കൊടുക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി കേസിൽ മെമ്പർഷിപ്പ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അവരുടെ റിലീജിയനോ കാസ്റ്റോ ജെൻഡറോ ഒന്നും നോക്കാതെ, കാസ്റ്റോ ജെൻഡറോ റിലീജിയനോ ഒന്നും നോക്കാതെ, ജാതി മതം ആണാണോ പെണ്ണാണോ എന്ന വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഓപ്പണായിട്ടൊരു മെമ്പർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ ലഭിക്കും. ഈ പറഞ്ഞതെല്ലാമാണ് മെറിറ്റ്സ് ആയിട്ട് വരുന്ന ഗുണങ്ങൾ. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഇനി നെക്സ്റ്റ് വൺ ലിമിറ്റേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഗുണമുണ്ടെങ്കിൽ അതിന് ദോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ലിമിറ്റേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. The cooperative society faces the problem of limited capital as it's formed by the people with limited resources. There is no compulsion to contribute some minimum amount of capital to become a member. This reduces the scope of expansion of society beyond a certain size. ലിമിറ്റഡ് റിസോഴ്സസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ലിമിറ്റഡ് ക്യാപിറ്റലാണ്. കാരണം ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് പീപ്പിൾസ് അതിനകത്തുള്ള മെമ്പേഴ്സിൻ്റെ ക്യാപിറ്റൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാത്രമാണ് അവരെ അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്താലാണ് അതിനകത്തേക്ക്
അതിനകത്തേക്ക് മെമ്പർഷിപ്പ് കിട്ടുമെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൽ വേരിയേഷനും കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ കുറഞ്ഞ എമൗണ്ടിലാണെങ്കിലും അതിനകത്തേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിനകത്തേക്കുള്ള ക്യാപിറ്റൽ, അതിൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് നമുക്ക് സൊസൈറ്റിയിലേക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും സൊസൈറ്റി ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു റിസോഴ്സസ് എന്ന് പറയുന്നത് സെർട്ടൻ സൈസിൽ നിന്ന് മേളിലേക്ക് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ച് ഒരു ലിമിറ്റേഷനായിട്ടാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ദ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വെരി visited with the managing committee. The managing committee consists of elected members who are usually professionally incompetent and inexperienced in managing the society. ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻ്റ് ആണെന്ന് പറയാൻ കാരണം മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻ്റ് ആണ്, കാര്യക്ഷമതയില്ലാത്ത മാനേജ്മെൻ്റ് ആണെന്ന് പറയാൻ കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റിനെ സംബന്ധിച്ച് എലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കും മാനേജ്മെൻറ്റിൽ വരിക. അങ്ങനെ എലക്ഷനിൽ ഇത് ചെയ്യുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണലി അത്ര ഇതായിട്ടുള്ള വ്യക്തികളായിരിക്കില്ല. എഡ്യൂക്കേഷണൽ ബേസിൽ അത്ര നോളജും കാര്യങ്ങളും ഒന്നുമില്ലാത്ത, മാനേജ്മെൻറ്റ് തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളായിരിക്കും ഇലക്ഷനിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കാര്യക്ഷമമായ ഒരു പ്രവർത്തനമായിരിക്കില്ല കോപ്പറേറ്റീവ് സൊസൈറ്റിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. തേർഡ് വൺ, lack of secrecy. In a cooperative society, it's very difficult to maintain secrecy of its operation as all matters are openly discussed in meeting. സീക്രസി, അതായത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സീക്രസി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്ത് തീരുമാനം എടുക്കണമെങ്കിലും അതിനകത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമാണ് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മീറ്റിങ്ങിൽ എന്ത് തരത്തിലുള്ള സീക്രട്സോ കാര്യങ്ങളോ ആണ് എങ്കിൽ അതിൻ്റെ എല്ലാ മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് പോയിൻ്റ്, difference of opinion. In cooperative society, dispute arise among the managing committee and members. This happens when personal interest of members starts to dominate over the welfare motive of the society. ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടാവും. ശരിയാണ്, 2 വ്യക്തിയാണെങ്കിലും 4 വ്യക്തിയാണെങ്കിലും എത്ര വ്യക്തികളാണെങ്കിലും അവിടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര മെമ്പേഴ്സുള്ള 10 മെമ്പേഴ്സുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 10 പേർക്കും ചിലപ്പോൾ 10 അഭിപ്രായമായിരിക്കും. ഒരാളോട് യോജിക്കണമെന്നില്ല, അഭിപ്രായത്തോട് യോജിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാനായിട്ട്, തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. ഡിഫറൻസ് ഒപ്പീനിയൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ വ്യക്തിപരമായ ഇൻട്രസ്റ്റ് സൊസൈറ്റിയുടെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് അവിടെ. കാരണം നമ്മുടെ സ്വന്തം ഇഷ്ടം എന്താണെന്ന് നോക്കിയാണ് സ്വന്തം ഇഷ്ടമാണ് എന്താണെന്ന് നോക്കി സൊസൈറ്റിയുടെ ഇഷ്ടങ്ങൾ കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്യും. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും രണ്ടായിട്ട് കാണേണ്ടതിൽ ഈ ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങൾ വരുമ്പോൾ രണ്ടും പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്ന അതൊരു ഇഷ്യൂയിലേക്ക് പോകും. അതാണ് അടുത്ത ലിമിറ്റേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ. Cooperative society is formed for mutual benefits of the group, and so interest of individual members are not fully satisfied. There is no direct link between the effort and reward. Hence, members are not inclined to put their best effort. ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോട്ടിവേഷൻ, അതായത് പ്രോത്സാഹന കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്. അതായത് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആ മെമ്പേഴ്സ് എല്ലാവർക്കും വേണ്ടി എല്ലാവരും കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്, എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞൊരു പ്രത്യേകമായിട്ടുള്ളൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ള എലിമെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. സാലറി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. നമ്മൾ വർക്ക് ചെയ്യാം എന്നല്ലാതെ കറക്റ്റായിട്ടുള്ള എഫേർട്ടൊന്നും എടുക്കണമെന്നില്ല.
കാരണം ഒരു തരത്തിലുള്ള റിവാർഡോ ബെനിഫിറ്റോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, മെമ്പേഴ്സ് അവരുടെ മാക്സിമം എഫോർട്ടൊന്നും എടുക്കില്ല, അതായത് കഠിനമായിട്ട് അധ്വാനിച്ച് കാര്യങ്ങൾ ചെയ്യുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതാണ് അടുത്ത ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്സും ലിമിറ്റേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.